ഹായ് ഹലോ ഫുട്ബോൾ ഫാൻസ്, ആർസണൽ ഫാൻസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു മല്ലു ടോക്സ് ആർസണൽ. മല്ലു ടോക്സ് ആർസണലിന്റെ മറ്റൊരു ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫുട്ബോൾ പിവറ്റ് ആണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. വെൽക്കം ആകാശ് ബ്രോ. വെൽക്കം. കുറച്ച് നാളായി ആക്ച്വലി ഒരുപാട് നാളായി ഒരു സ്ട്രീം നമ്മൾ ചെയ്തിട്ട്. നമ്മൾ കുറച്ച് അവിടെ തിരക്കിലായി. ബ്രോ വീഡിയോസ് ഇടുന്നുണ്ട്, പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ കണക്ട് ചെയ്യാൻ പറ്റിയില്ല കറക്റ്റ് ആയിട്ട്. അപ്പോ പിന്നെ വീണ്ടും ബാക്ക് ടു ഏകദേശം ആ ഒരു സമ്മർ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞു വരുന്ന സമയമാണ്. ഇനിയിപ്പോ ജൂലൈ പകുതി തൊട്ട് പതുക്കെ പ്ലേയേഴ്സ് എല്ലാവരും റിപ്പോർട്ടൊക്കെ ചെയ്തു തുടങ്ങി. ഇനിയിപ്പം എന്താ പറയാ, ട്രെയിനിങ്ങും ക്യാമ്പും പ്രീ സീസൺ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ മൂവ് ചെയ്യുന്ന ക്ലബ് വേൾഡ് നടക്കുന്നുണ്ട്. നമ്മള് കണ്ടാ മതി ഇതില് നമ്മളില്ല. പക്ഷെ തീർച്ചയായിട്ടും ക്ലബ് വേൾഡ് കപ്പിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. പക്ഷെ ഇപ്പോഴത്തെ ഏറ്റവും മെയിൻ ചർച്ചാ വിഷയം ഈ സമയങ്ങളിൽ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ട്രാൻസ്ഫേഴ്സ്. സമ്മർ വിൻഡോ ട്രാൻസ്ഫർ ആണല്ലോ ഇപ്പോഴത്തെ ഒരു വലിയ ഹോട്ട് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ബ്രോയുടെ ഇതുവരെ നടന്ന ഒരു ട്രാൻസ്ഫർ വെച്ച് നോക്കുമ്പോൾ, ഞാൻ മൊത്തത്തിലാണ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാത്രമല്ല, ഞാൻ ഒരു ഓവറോൾ ട്രാൻസ്ഫർ സാഗാസ് നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പൊ ആരാണ് ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അറ്റ് ദ മൊമെന്റ്? അങ്ങനെ ചോദിച്ചാൽ പാടാണ്. റയൽ മാഡ്രിഡ് കുറച്ച് നല്ല ഡീൽസ് നടത്തിയിട്ടുണ്ട്. ബാർസ ഞാൻ പ്രതീക്ഷിച്ചതിനും സർപ്രൈസിങ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ഇപ്പം പലതും ഡൺ ആയിട്ടില്ല, പക്ഷെ ഡൺ ആവുകയാണെങ്കിൽ കൊള്ളാം. പക്ഷെ ഏറ്റവും സർപ്രൈസ് ചെയ്യുന്ന പ്രോബ്ലം ലിവർപൂളാണ്. ലിവർപൂൾ ഇറക്കുന്ന മാത്രമല്ല, അവര് ലിങ്ക്സ് അയക്കുന്ന പ്ലെയർ ഇസാക്കിന് വേണ്ടി അവർ 100 മില്യൺ പ്ലസ് കൊടുക്കാൻ റെഡിയാണ്. കൂടാതെ മറ്റ് പല പ്ലേയേഴ്സുമായിട്ട് ലിങ്ക്സ് വരുന്നുണ്ട്. അവരുടെ സെയിൽസ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ ശരിയാണ്, അവരുടെ സെയിൽസ് സ്ട്രാറ്റജി കൊള്ളാം. സോ ലിവർപൂൾ ആണ് പ്രോബ്ലി എല്ലാവരെയും സർപ്രൈസ്. FSG ഇങ്ങനെ പൈസ ഇറക്കുമെന്ന് ആരും ഓർത്തില്ല. രണ്ടാമത്തെ കാര്യം, ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്ഫറിന്റെ സോഫാർ വാല്യൂ ഫോർ മണി വെച്ച് നോക്കാൻ ഐ വിൽ ഗിവ് ടു സിറ്റി. റൈൻഡേഴ്സിന് പ്രോബ്ലി വേൾഡ് ഫുട്ബോളിലെ ടോപ്പ് 10 മിഡ്ഫീൽഡേഴ്സിൽ ഒരാളായ റൈൻഡേഴ്സിനെ 55 മില്യൺ ഉണ്ടാക്കുക, ഐറ്റ്നൂറിനെ 40 മില്യനെ താഴെ കൊണ്ടുവരിക, ചെറുക്കീനെ ഓൾമോസ്റ്റ് 40 മില്യൺ കൊണ്ടുവരിക. ഐ തിങ്ക് കിട്ടില്ല 3 ബൈസ് അവർ കൊണ്ടുവരുന്നുണ്ട് ഓൾറെഡി. ഇനി അവര് പല ലിങ്ക്സ് ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ അവരുടെ യുവന്റസിനെ അനുസരിച്ചുള്ള കളിയൊക്കെ കണ്ടിട്ട് റോഡ്രി, റൈൻഡേഴ്സ്, ബെർണാർഡോ സിൽവയൊക്കെ ലിങ്കപ്പ് ചെയ്ത് ഭയങ്കര രസമുണ്ടായിരുന്നു. അതെ, ലിവർപൂൾ ഇനി പിച്ചിൽ ഇറങ്ങണം. അതെ, അല്ല ഞാൻ പറയാം, സിറ്റി അപ്പം അവര് ചുമ്മാ അവരെങ്ങനെ ഫുൾ ടീം പെട്ടെന്ന് സ്ട്രെങ്ത് ആയതുപോലെ, ലൈക്ക് ആ കെവിൻ ഡിബ്രോയിനെ പോയതിന്റെ ഒരു സംഭവമേ അവിടെ ഇല്ലാത്തൊരു പോലെയാണ്. അവിടെ ഒരു ഓഫ്കോഴ്സ് ഡിബ്രോയിനയുടെ ആ ഒരു ലെവൽ അല്ല, എന്നാൽ പോലും ഇറ്റ് ഈസ് എ വെരി ഗുഡ് മിഡ്ഫീൽഡ് അറ്റ് ദ മൊമെന്റ്. ഇനി അതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സിറ്റി നെക്സ്റ്റ് സീസൺ ഈ പറഞ്ഞ പോലെയാണ് വെരി സ്ട്രോങ് കണ്ടന്റേഴ്സ് ആണ് എല്ലാ ടൂർണമെന്റിലും. കണ്ടിന്യൂ, സോറി. അല്ല, അത് തന്നെ ഞാനും പറഞ്ഞത്. സിറ്റിയുടെ വിൻഡോ ആണ് സൂപ്പർ. വാല്യൂ ഫോർ മണി വെച്ച് നോക്കാൻ അടിപൊളി. ബട്ട് ലിവർപൂൾ മോശമല്ല. ഫ്രിംപോങ്ങിനെ 35, അവന് കെർക്കസ് 40, അതുപോലെ തന്നെ വിറ്റ്സ് മേ ബി കുറെ പേര് പറയാൻ ഓർപ്പയാണ്. പക്ഷെ വിറ്റ്സ് പോലത്തെ ഇങ്ങനത്തെ സൂപ്പർ സ്റ്റാറുകളെ കൊണ്ടുവരണേ പൈസ ഇറക്കണം. അതിപ്പോ നിങ്ങളിപ്പോ റോഡ്രിഗോയായിട്ട് ലിങ്ക്സ് ഉണ്ട്, റോഡ്രിഗോനെ കൊണ്ടുവരുന്നതിനും പൈസ ഇറക്കണം. അല്ല ഞങ്ങളുടെ ക്ലബിന്റെ ടാലന്റുകളെ നോക്കി സ്കൗട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. പൈസ ക്ലബുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ സൂപ്പർ സ്റ്റാറുകളെ വേണമെങ്കിൽ പൈസ ഇറക്കണം. സോ വിറ്റ്സ് എനിക്ക് ബുണ്ടസ് ലീഗ വേൾഡ് ഫുട്ബോൾ തന്നെ ടോപ്പ് 5 ഫേവറേറ്റ് പ്ലേയേഴ്സ് വായിച്ചിട്ട് ഒരാളാണ് വിറ്റ്സ്. സോ ലിവർപൂൾ ആ സൈൻ ചെയ്തതിൽ ഐ എം റിയലി ഹാപ്പി. കൂടുതൽ ഇപ്പം ബുണ്ടസ് ലീഗ് കാണുന്നതിനേക്കാൾ നമുക്ക് പ്രീമിയർ ലീഗ് കാണാനാണ് കൂടുതൽ പറ്റാറുള്ളൂ. സോ അതുകൊണ്ട് പ്രീമിയർ ലീഗിലോട്ട് വരുന്നു, വിച്ച് ഈസ് റിയലി ഗുഡ്. സോ വിറ്റ്സിന്റെ ബൈ സൂപ്പർ ബൈ പോലെ തോന്നിട്ട് പ്രൈസ് പലരും ആർഗ്യൂ ആയിരിക്കും. പക്ഷെ ഇസാക്കിനെയും കൂടെ അവർ പുള്ള് ചെയ്യുവാണ്. അതുപോലെ കേൾക്കുന്ന പറ്റി കുറച്ച് ലിങ്ക്സ് ഉണ്ട്. വാർട്ടൻ, ഹിൻകാപ്പിയ, ഗുയിയുടെ പേര് കേൾക്കുന്നു. സോ ഇതൊക്കെ വരുവാണെങ്കിൽ ലിവർപൂൾ മൈറ്റ് ഹാവ് ദ ബെസ്റ്റ് വിൻഡോ. ലിങ്ക്സ് അയക്കുന്ന പ്ലേയേഴ്സ് വെച്ച് നോക്കാനുണ്ടെങ്കിൽ ലിവർപൂൾ മൈറ്റ് ഹാവ് ദ ബെസ്റ്റ് വിൻഡോ. പിന്നെ ഇതിനെല്ലാം ഇടയിൽ ഇപ്പൊ റയൽ മാഡ്രിഡ് ബാർസ നമുക്ക് കൂടുതൽ പറയാം. പക്ഷെ എന്നാൽ റയൽ മാഡ്രിഡിലോട്ട് ഇനിയും കുറെ ലിങ്ക്സ് വരുന്നുണ്ട്. അത്ലറ്റിക് ഒരു കിടിലൻ വിൻഡോ അവരുടെ ചാൻസ് ഉണ്ട്. ഓൾറെഡി അവർ 3 കിടിലൻ സൈനിങ്സ് നടത്തിയിട്ടുണ്ട്. ഒന്ന് റുഗേറി, ഐ ഡോണ്ട് നോ വൈ 20 മില്യൺ യൂറോസിന് റുഗേറിയെ കിട്ടി. 22 വയസ്സുകാരനായ അറ്റ്ലാന്റയുടെ ഇറ്റാലിയൻ ഫുൾ ബാക്ക്, ലെഫ്റ്റ് ബാക്ക്. സോ കിട്ടില്ല ബൈ. അതുപോലെ തന്നെ കർഡോസോ എന്ന് പറയുന്ന റയൽ ബെറ്റിസിന്റെ ആർഗ്യുബിലി ലലിഗയിലാണ് വന്നത്. 2 മിഡ്ഫീൽഡേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് കർഡോസോ, ഒന്ന് ഐലി എക്സ്പീരിയ എന്ന് പറയുന്ന VRL. ഇത് രണ്ടും 50 മില്യൺ താഴെ വരെ ആക്കിയിട്ടുണ്ട്. ഒരെണ്ണം 35, ഒരെണ്ണം 50. സോ 3 നല്ല പൈസ അവർ നടത്തിയിട്ടുണ്ട്. ഇനി അവർ 200 മില്യണോളം മാർക്കറ്റിൽ ഇറക്കും എന്നൊക്കെയുള്ള രീതി റിപ്പോർട്ടുകൾ വരുന്നു. അത്ലറ്റിക്കോ ആ ഒരു ലെവലില് അങ്ങനെ ഒരു ട്രാൻസ്ഫർ സ്ട്രാറ്റജി നടത്തുന്നത് ഭയങ്കര സർപ്രൈസിങ് ആണ്.
കാരണം എന്താ പറയാ, അവർ അത്ലറ്റിക് എപ്പോഴും ഒരു ഭയങ്കര ഒരു വാല്യൂ ഫോർ മണി അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ്. പിന്നെ ഇപ്പൊ റൊമേറോയുടെ പേര് കേൾക്കുന്നുണ്ട് ഫ്രം റൊമേറോയിൽ അവർ ഇൻട്രസ്റ്റഡ് ആണ്. റൊമേറോ, കാരണം അവരുടെ ഒരു സ്റ്റൈലോ അല്ലെങ്കിൽ ആ ഒരു അവരുടെ കൾച്ചറും അവരുടെ ഒരു അവർ പൊതുവെ ഒരു അർജന്റൈൻ ഇതുണ്ടല്ലോ അവർക്ക്, അർജന്റീന പ്ലേയേഴ്സും പിന്നെ അങ്ങനത്തെ ഒരു അഗ്രഷൻ ഉള്ള ഒരു ടീമുമാണ്. അപ്പൊ അതിലേക്ക് ഈ പറഞ്ഞ റൊമേറോന്റെ ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഐ തിങ്ക്. പിന്നെ അവിടെ ഒത്തിരി ഔട്ട് ഗോയിങ്സ് ഉണ്ട്, അതും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ഔട്ട് ഗോയിങ്സ് ഉണ്ട്. സോ വേജസിലൊക്കെ ഒത്തിരി 7-8 ഔട്ട് ഗോയിങ്സ് ഉണ്ട് ഈ സമ്മറിൽ. ഓക്കെ, അപ്പൊ അത്ലറ്റിക്കോ ടീം ടു വാച്ച് ആണോ ഈ സീസൺ? നമുക്ക് അത്യാവശ്യം ഒന്ന് കരുതിയിരിക്കേണ്ട ടീമാണ് എന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ബട്ട് സിമിയോണി റൈറ്റ് നൗ സിമിയോണിയുടെ മൈൻഡ് എന്താണെന്നുള്ളത് നോക്കാം. ലാസ്റ്റ് സീസൺ അവർക്ക് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഒരു സമയത്ത് അത്ലറ്റിക്കോ ആയിരുന്നു ലലീഗയിൽ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു. ഒരു സമയത്ത് ബാർസ റയലും ഡിപ്പായ സമയത്ത് അത്ലറ്റിക്കോ ലലീഗയിൽ 1-1 റൺ നടത്തുന്നുണ്ട്. പിന്നീട് പെട്ടെന്ന് അവർ ഡിപ്പാവുന്നു. സിമിയോണി ലൈനപ്പിൽ അധികം ചേഞ്ചസ് വരുത്താതിരിക്കുന്നു. മേ ബി ജാനുവരിയിൽ ഒരു വിങ്ങറിനെ ആഡ് ചെയ്യാത്തത് അവരെ ബാക്ക് ഫയർ ചെയ്യുന്നു. ടു മച്ച് ഡിപ്പെൻഡൻസ് ഓൺ യൂലിയൻ അൽവാറസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബോൾ. എല്ലാം കൂടെ ആയപ്പം അവസാനം അവരും താഴോട്ടങ്ങ് പോയി. സോ സിമിയോണി മേ ബി സിമിയോണിയുടെ ലാസ്റ്റ് സീസൺ ആവാം ഇത് അത്ലറ്റിക്കോയിൽ നിന്നൊരു റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ട്. സോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ സീസൺ സമ്മറിൽ ശരിക്കും സിമിയോണിയെ ബാക്ക് ചെയ്യാൻ പോവാണ്. സിമിയോണി എന്ന് പറയുന്ന കോച്ചിന്റെ കയ്യിലിരിക്കും. നല്ല സ്ക്വാഡ് അവർ ബിൽഡ് ചെയ്യും. സൂപ്പർ ആയിട്ടൊരു സ്ക്വാഡ് മിക്കവാറും നെക്സ്റ്റ് സമ്മറിൽ കാണും അത്ലറ്റിക്കോടെ. പക്ഷെ അവർ സിമിയോണി എന്താണ് സിമിയോണി ഉദ്ദേശിക്കുന്നത്? സിമിയോണി എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്, ഒരു മൊമെന്റം ഗെയിൻ ചെയ്യാറുണ്ട്. പക്ഷെ ലാസ്റ്റ് മൂമെന്റ് എത്തുമ്പോൾ കഴിഞ്ഞ കുറച്ച് സീസൺ ആയിട്ട് ആളുകൊണ്ട് ബോട്ടിൽ ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. സോ അത് മാറ്റുവാണെങ്കിൽ എനിക്ക് എപ്പോഴും സിമിയോണി ഒരു ആർട്ടറ്റ കമ്പാരിസൺ, ഞാൻ ഒരു ആർസണൽ ഫാൻ ആയിട്ട് തന്നെ എപ്പോഴും ആർട്ടറ്റനെ പോലെ തോന്നാറുണ്ട്. ബട്ട് സിമിയോണി കുറച്ചുകൂടെ ഒരു കോമ്പറ്റീഷൻസ് ഒക്കെ ജയിച്ചിട്ടുണ്ട്. ബട്ട് എപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, ആ ഒരു സെയിം സിമിലാരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. പ്ലേ സ്റ്റൈലിലും കുറെയൊക്കെ ഏകദേശം അങ്ങനെയൊക്കെയാണ് തോന്നാറുണ്ട്. ഭയങ്കര സോളിഡ് ആക്കി ക്രിയേറ്റിവിറ്റി ചില സമയത്തൊന്നും കാണത്തില്ല. അപ്പൊ അങ്ങനെ അതൊക്കെയാണ്. അപ്പൊ നമുക്ക് ബാഴ്സയിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ബാഴ്സയുടെ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി? കാരണം നിങ്ങളെ സംബന്ധിച്ച് ബാഴ്സയുടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സീസൺ ആയിരുന്നു എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷത്തെ ഇനീഷ്യൽ സ്റ്റാർട്ടിങ്. പക്ഷെ പിന്നീട് ഹാൻസി ഫ്ലിക്കിന്റെ ഓരോ ഗെയിം കഴിയും തോറും ഞാൻ സർപ്രൈസ് ആയിപ്പോയി. ഒരു കോച്ച് വന്ന് എങ്ങനെ ഒരു ടീമിനെ ഇത്രയ്ക്കൊരു ഇമ്പാക്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് ഞാൻ ശരിക്കും ബാഴ്സയുടെ മാച്ചസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പറയുമ്പോൾ അല്ല, അത് ഞാൻ ഭയങ്കര സർപ്രൈസ് ആണ്. ഞാൻ കഴിഞ്ഞ സീസൺ ഒരു ഡൊമസ്റ്റിക് ട്രോഫി ബാക്കി എല്ലാത്തിനും ചാലഞ്ച് ചെയ്താൽ ഹാപ്പി എന്ന് പറഞ്ഞെടുത്തു നിന്ന് എല്ലാ ഡൊമസ്റ്റിക് ഓൾമോസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തുന്നതിന് വക്കീലുമായിരുന്നു. സോ റിയലി സർപ്രൈസ് ആണ്. ആൻഡ് ഇത് മാത്രമല്ല ബ്രോ, ഫൈനാൻഷ്യലി ലാസ്റ്റ് ഇയർ ഹാസ് ബീൻ സോ ഗുഡ് ഫോർ us. ഞങ്ങൾ ഇഷ്ടം പോലെ റവന്യൂയുടെ കാര്യത്തിൽ ഒത്തിരി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബോർഡ് നല്ല കുറെ, ഞാൻ ലെപ്പോർട്ട് ബോർഡിനെ 100% കൺവിൻസ് ആയിരുന്നു. ബട്ട് റൈറ്റ് നൗ അവരിപ്പം ഞങ്ങൾക്ക് ഇപ്പം ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് കാര്യം എന്നാന്ന് പറഞ്ഞാല് ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഡെപ്സ് 2028 റീപേ ചെയ്യേണ്ട കുറെ ലോങ് ടേം ഡെപ്സ് ഉണ്ടായിരുന്നു. അതിലെ കുറെ ഞങ്ങള് ബോൺസ് ആക്കി കൺവേർട്ട് ചെയ്തു. പിന്നെ കുറെ ഉണ്ട് 40% 2033 ശേഷം പേ ചെയ്താൽ മതി എന്നുള്ള രീതിയിലോട്ടാക്കി. സോ അങ്ങനെ ഞങ്ങളുടെ എന്താ പറയാ കോസ്റ്റ് കുറഞ്ഞു കിട്ടി. പിന്നെ ഇപ്പം കേൾക്കുന്ന റിപ്പോർട്ടുകൾ ശരിയാണ്, ഞങ്ങളുടെ കുറെ ഡെഫേർഡ് വേജസ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് മെസ്സിക്ക് ഓൾമോസ്റ്റ് 40 മില്യൺ പ്ലസ് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ 22 മില്യൺ കുറെ അങ്ങനെ കുറെ പ്ലേസിനുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം കോസ്റ്റും എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇങ്ങനെ ബുക്സ് വരുന്നുണ്ടായിരുന്നു. സോ അത് ഞങ്ങളുടെ കുട്ടിയെ ബാധിക്കുന്നുണ്ടായിരുന്നു. സോ ഇപ്പൊ ഒഫീഷ്യലി എവറിത്തിങ് ഈസ് ക്ലിയർ. മെസ്സിയുടെ, ബുസ്കറ്റ്സിന്റെ, ഉംറ്റിറ്റിയുടെ എല്ലാവരും 10-15 പ്ലേയേഴ്സിന്റെ ഉണ്ടായിരുന്നു. റൊണാൾഡ് കോമാനെ പോലുള്ള സ്റ്റാഫിന്റെ എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഒരു 5.5 മില്യണോ 10 മില്യന്റെ താഴെ കൂടെ ഞാൻ ക്ലിയർ ചെയ്യാമല്ലോ, അത് ഉടനെ ക്ലിയർ ചെയ്യും. സോ അത് ഞങ്ങളെ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യും. സോ ഇതെല്ലാം ചെയ്ത് ഞങ്ങൾ റിപ്പോർട്ട് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. സോ ഒഫീഷ്യലി ഞങ്ങൾ ബൈ നെക്സ്റ്റ് ജൂലൈ 1 ആകുമ്പോഴേക്കും 1:1 ആവുമെന്നാണ് ക്ലബ്ബ് പറയുന്നത്. ആൻഡ് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട ഒരു സൈനിങ് തന്നെയാണ് നിക്കോ വില്യംസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ ഡ്രീം സൈനിങ് ആയിരുന്നു ബാർസയിൽ 2 പ്ലേയേഴ്സ്, ഒന്ന് നിക്കോ വില്യംസും ഒന്ന് അൽവാറസിനാണ് നെക്സ്റ്റ് സമ്മറിൽ പോകുന്നൊക്കെ കേൾക്കുന്നത്. അത് അപ്പുറത്തെ കാര്യം. ഇപ്പൊ നിക്കോ വില്യംസിന് വീണ്ടും ക്ലബ് എൻ്റർ ആയി. നിക്കോ വില്യംസ് ഇങ്ങോട്ട് വന്നിട്ട് പല ക്ലബുകൾ, ഇപ്പൊ നിങ്ങൾ ആർസണൽ റിപ്പോർട്ട് ചെയ്ത ആർസണലിന്റെ ബിഗസ്റ്റ് ടാർഗറ്റ് ആയിരുന്നു, ബയൺ മ്യൂണിക്ക് ബിഗസ്റ്റ് ടാർഗറ്റ് ആയിരുന്നു. സോ ഇവർക്കൊക്കെ ഇവരുടെ മുമ്പിലൊക്കെ വെച്ചതിനേക്കാളും ഒരു ചെറിയ ഡിമാൻഡുമായിട്ട് ഇങ്ങോട്ട് വന്നു. ഞാൻ 7 to 8 മില്യൺ ഇടയ്ക്ക് മതി ആഫ്റ്റർ ടാക്സ് സാലറി, ആ ഒരു ഡിമാൻഡുമായിട്ട് ഇങ്ങോട്ട് വരുന്നു. ബാർസലോണ ഇപ്പം ആ 58 മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസ് നെക്സ്റ്റ് വീക്ക് ട്രിഗർ ചെയ്യുമെന്ന് കേൾക്കുന്നു. ഗ്രേറ്റ് ബൈ, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. അതുപോലെ തന്നെ റൂണി ബാർട്ടി എന്ന് പറയുന്ന ഒരു പ്ലെയർ 2.5 മില്യൺ സ്വീഡിഷ് വണ്ടർ കിഡ് ആണ്. 10ഓളം ക്ലബ്ബുകൾ റിജക്ട് ചെയ്ത് ഇതുപോലെ സെയിം സിറ്റുവേഷൻ ബാർസലോണയിലേക്ക് വരുന്നു.
സോ രണ്ട് കിടിലം ബൈ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഞങ്ങളുടെ വൺ ഓഫ് ദ വീക്കസ്റ്റ് ഏരിയ ആയിരുന്ന ഗോൾ കീപ്പർ സിറ്റുവേഷൻ ക്ലബ് ഫൈനലി സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ജോൺ ഗാർഷ എന്ന് പറയുന്ന കഴിഞ്ഞ സീസണിലെ ലീഗയിലെ ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പർ. നമ്മള് റായ ഉള്ളപ്പോഴും 25 മില്യൺ കൊടുക്കാൻ റെഡിയായിരുന്നു ജോൺ ഗാർഷ. പുള്ളിയുടെ റിലീസ് ക്ലോസ് അതായിരുന്നു, അത് ട്രിഗർ ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരുന്നു. ബട്ട് ബാർസലോണ പോയി പറഞ്ഞു വന്നു. സോ ഈ ജോൺ ഗാർഷ ആണെങ്കിലും ഇപ്പൊ നിക്കോ വില്യംസ് ആണെങ്കിലും റൂണി പാർട്ടി ആണെങ്കിലും ബാർസലോണയെക്കാളും ഫൈനാൻഷ്യലി ബെസ്റ്റ് ഓഫേഴ്സ് പല ക്ലബ്ബുകൾ ഓഫർ ചെയ്തു. ബട്ട് അവർക്ക് ക്ലബിന് വേണ്ടി കളിക്കണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ. സോ ആ ഒരു ഇതിലോട്ട് പല റാഷ്ഫോർഡ് ബാർസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സോ ലാസ്റ്റ് സീസൺ ഒരു ഗെയിം ചേഞ്ചർ ആയി. ബാർസലോണ ഈസ് പ്ലേയിങ് എക്സൈറ്റിംഗ് ഫുട്ബോൾ ആൻഡ് അവിടെ ഒരു യങ് പ്രോജക്ട് ബിൽഡ് ചെയ്യുന്നു. ആ ഒരു ഇതായി. അപ്പം ഒരു സമയത്ത് താഴോട്ട് പോയോ എന്നോർത്ത് ആർഗ്യുബലി റയൽ മാഡ്രിഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുള്ളിംഗ് പവർ ഉള്ള ക്ലബ്ബ് ബാർസയാണ്. ആ ഒരു പുള്ളിംഗ് പവർ തിരിച്ചു വന്നു. ഈവൻ ഫൈനാൻഷ്യലി ഞങ്ങൾ താഴോട്ട് പോയപ്പോഴും ഇപ്പൊ റാഫീനി ആണെങ്കിലും കുണ്ടെ ആണെങ്കിലും ആ ഫൈനാൻഷ്യലി മോശം നിന്ന സമയത്താണ് ലെവൻഡോസ്കി ആണ് ബാർസ വരാനാണ് ഇത്. ഇപ്പൊ കുറച്ചുകൂടെ ഫൈനാൻഷ്യലി സ്ട്രോങ്ങർ ആയി, കുറച്ചുകൂടെ ക്ലബ്ബ് നല്ല ഫുട്ബോൾ കളിക്കാൻ ഒരു എക്സൈറ്റിംഗ് ആയി. സോ ഇനിയും ആ ഒരു പുള്ളിംഗ് പവർ കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഫൈനാൻഷ്യലി ക്ലബ് സെറ്റ് ആയ ശരിക്കും ഞാൻ കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷമൊക്കെ ആക്ച്വലി വിചാരിച്ചിട്ട് ഇപ്പൊ ബാഴ്സ ഒക്കെ ഒരു തീരെ താഴെ പോവില്ല, പക്ഷെ അവരുടെ ഒരു സ്റ്റാൻഡേർഡ്സിന് തീർച്ചയായിട്ടും ഒരു താഴോട്ട് എത്തും ബാഴ്സ. കാരണം ഇത്രയും ഡെപ്റ്റും ഇത്രയും പൈസയൊക്കെ ഉള്ളപ്പം നമുക്ക് ട്രാൻസ്ഫേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ലിമിറ്റ് ഉണ്ട്. ബട്ട് സംഭവം ലെപ്പോട്ടെ കുറെയൊക്കെ പുള്ളി ചെയ്തു. പിന്നെ പ്ലേയേഴ്സിന് കുറെ പേര് ആഗ്രഹമുള്ളവർക്ക് ബാഴ്സയിൽ കളിക്കണം എന്നുള്ള കുറെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, അതും ഹെൽപ്പ് ചെയ്തു ഒരുപാട്. ആൻഡ് ബേസിക്കലി എനിക്ക് തോന്നുന്നു ഒറ്റ ഹാൻസി ഫ്ലിക്കിന്റെ സൈനിങ് ശരിക്കും അത് ആരാണോ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് സജസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്തത് അയാള് അല്ല അതൊരു ഗ്രേറ്റ് ഡിസിഷൻ ആയിരുന്നു. അതിനകത്ത് ഒന്നും പറയാനില്ല. കാരണം ഞാൻ വിചാരിക്കാറുണ്ട് ഇതുപോലെ ഹാൻസി ഫ്ലിക്കിന് വേണ്ടി ആരും അധികം പോകുന്നു കാണാറില്ല. ഇതുപോലെ ജർമ്മൻ കോച്ചായി കഴിഞ്ഞ ശേഷം ഒരു ഗ്യാപ്പും പുള്ളിക്കുണ്ടായിരുന്നു, അധികം ആരും പോയതായിട്ടും കേട്ടില്ല. അപ്പം ഗുഡ് ഫോർ ബാഴ്സലോണ. അപ്പൊ ഇനിയിപ്പം കുറച്ചധികം കിട്ടിലും പ്ലേയേഴ്സ് വരുമെന്ന് തന്നെ തോന്നാൻ. ഓൾസോ വേറൊരു റൂമർ ഞാൻ കേൾക്കുന്നത് എത്രത്തോളം സത്യം എനിക്കറിയില്ല, മാർക്കസ് റാഷ്ഫോർഡ് ടു ബാഴ്സലോണയാണ്. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാം? അത് സംഭവം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നിക്കോ വില്യംസ്, റൂണി ബാൾഗെ, ജോൺ ഗാർഷ ഇവർ മൂന്നുപേരെ രജിസ്റ്റർ. ഇപ്പൊ നിക്കോ വില്യംസ് ഡീൽ ഫുള്ളായിട്ടില്ല ഒഫീഷ്യലി, അത് നെക്സ്റ്റ് വീക്ക് പുള്ളി ചെയ്ത് അബ്സല്യൂട്ട് പ്രയോറിറ്റി നിക്കോ വില്യംസ് ഡീലാണ്. അതിനുശേഷമേ മറ്റ് പലതിലോട്ടും പോകത്തുള്ളൂ. സോ റാഷ്ഫോർഡ് ബാർസയ്ക്ക് ഒരു ഓപ്ഷനാണ്. റാഷ്ഫോർഡിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ ഗുണമെന്ന് പറഞ്ഞാൽ പുള്ളി ഈ സെയിം സിറ്റുവേഷൻ ബാർസ മതി, വേറൊരു ക്ലബും വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ ഇവന്നോ മറ്റ് ക്ലബുകളുടെ അപ്രോച്ചും പുള്ളി നിരസിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ബാർസയ്ക്ക് ഇപ്പോൾ ഉള്ള ഒരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഡൺ ആക്കിയിട്ട് ഇപ്പം വെയിറ്റ് ചെയ്യുവാണെങ്കിൽ മേ ബി യുണൈറ്റഡിന് തിരിച്ച് അവനെ സ്ക്വാഡിലോട്ട് എടുക്കാൻ ആഗ്രഹം കാണുന്നില്ല. തിരിച്ച് റൂബൻ അമോറിം എന്ത് വന്നാലും ഇപ്പൊ യുണൈറ്റഡിന്റെ അവസ്ഥ ഒരു അർത്ഥത്തിൽ ഇപ്പൊ സാൻജോയുടെ കാര്യത്തിലാണെങ്കിലും ഗർണോച്ചയുടെ കാര്യത്തിലാണെങ്കിലും റാഷ്ഫോർഡിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവർ മൂന്നുപേരെ അമോറിമിനെ തിരിച്ച് സ്ക്വാഡിലോട്ട് കൊണ്ടുവരാൻ താല്പര്യം കാണത്തില്ല, അവർ മൂന്നുപേരെ വേജസ് കയറ്റാനായിട്ട്. സോ അതുകൊണ്ടാണ് ഈ ഗർണാച്ചോ ആണെങ്കിലും സാൻജോ ആണെങ്കിലും മറ്റ് ക്ലബ്ബുകളുടെ ഈ പവർ ഉള്ളത്, അവർ ഈ ചെറിയ ബിഡ് വിട്ടുകൊണ്ടിരിക്കുക. സെയിം സിറ്റുവേഷൻ റാഷ്ഫോർഡിലും പറയാം. റാഷ്ഫോർഡിൽ മറ്റ് ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പുള്ളിക്ക് ബാർസ മാത്രം മതി എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. മേ ബി ലാസ്റ്റ് വീക്സിലൊക്കെ ബാർസയ്ക്ക് ഫൈനാൻഷ്യലി പുള്ളിയെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈക്ക് വേണ്ടി 40 മില്യൺ ആണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. അതെന്തായാലും ബാർസ കൊടുക്കുമെന്ന് തോന്നുന്നില്ല. ബാർസയ്ക്ക് ഒന്നും ഫൈനാൻഷ്യലി അതിനുള്ള ഇത് കാണത്തില്ല. സോ മേ ബി ലക്ക് ഉണ്ടെങ്കിൽ ആ സമയത്ത് യുണൈറ്റഡ് പുള്ളിനെ എങ്ങനെയാണ് സ്ക്വാഡ് വേണ്ടെന്നുള്ള ഡിസിഷൻ ആണെങ്കിൽ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തേക്കാം. സോ ആ ഒരു ഹോപ്പിലാണ് ബാർസ നിൽക്കുന്നത്. സോ ബാർസയുടെ പ്ലാൻസിലുണ്ട് പുള്ളി. സോ ഇതെല്ലാം അബ്സല്യൂട്ട് പ്രയോറിറ്റി അല്ല, അതാണ് ചെയ്യുന്നത്. ലാസ്റ്റ് മൊമെന്റ് മേ ബി നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോ എൻഡ് ആവുന്നൊക്കെ ആ ഒരു ടൈമിൽ ചിലപ്പോൾ ഒരു ഗ്രേറ്റ് അല്ല എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ കാരണം ഇനി യുണൈറ്റഡിലേക്ക് പോകാൻ പ്ലെയറിന് എന്തായാലും താല്പര്യം ഉണ്ടാവില്ല. ആൻഡ് ഓൾസോ കോച്ചിനാണെങ്കിലും അമോറിമിനാണെങ്കിലും അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. കാരണം അയാൾ കളിക്കുന്ന വേറൊരു സിസ്റ്റം, ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഗെയിമാണ് അയാൾ കളിക്കുന്നത്. സോ let's see how things pan out. അതും ഇനി മറ്റേതെങ്കിലും ക്ലബ് ഈ പറഞ്ഞ ഒരു ആസ്റ്റൺ വില്ല അവരിനി തിരിച്ച് വരുമോ, റാഷ്ഫോർഡ് അവർ സൈൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും കേൾക്കുന്നില്ല. പുള്ളി പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുടെ അപ്രോച്ച് ഉണ്ടെന്ന് കേട്ടു. പുള്ളിക്ക് സ്പാനിഷ് സൈഡ് ജോയിൻ ചെയ്യാൻ ആഗ്രഹമൊന്നും. സോ പുള്ളിക്ക് ഡിറ്റർമിനേഷൻ ഉള്ളിടത്തോളം. ഈ നിക്കോയുടെ കാര്യം സിമിലർ ആണ്. നിക്കോയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴും ബാർസലോണ സത്യം പറഞ്ഞാൽ മറ്റു ക്ലബ്ബുകൾ കൊടുക്കുന്ന അത്ര ഓഫേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അവൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ്. സോ ബാർസലോണ കൊടുക്കാനല്ല അത്ലറ്റിക് ക്ലബിന്റെ. അത്ലറ്റിക് ക്ലബ് ഓൾറെഡി ബാർസയ്ക്ക് അഗേൻസ്റ്റ് കംപ്ലൈന്റ് ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവന് ബാർസയെ ജോയിൻ ചെയ്യണം. ആ സെയിം സിറ്റുവേഷൻ ആണ് റാഷ്ഫോർഡ്.
സോ അതുകൊണ്ട് ഞങ്ങൾക്കൊരു അതുകൊണ്ടാണ് ഈ നിക്കോഡിയിൽ ഇപ്പം അത്യാവശ്യം നല്ല എനിക്ക് കോൺഫിഡൻസ് ഉള്ളത്. കാരണം പ്ലെയറിന് എന്ത് വന്നാലും ബാർസ ജോയിൻ ചെയ്യണം. അങ്ങനെ ഒരു വാശി ഉള്ളപ്പം പവർ ക്ലബിന്റെ കയ്യിലായി, നമ്മുടെ കയ്യിലായി. അങ്ങനെ ഒരു ഗുണം സെയിം ഫോർ റാഷ്ഫോർഡ് എന്ന് എനിക്ക് തോന്നുന്നു. ജോയിൻ ചെയ്യാൻ ആഗ്രഹം. ഓക്കെ, അപ്പൊ നമുക്ക് റയൽ മാഡ്രിഡിന്റെ കൂടെ ഒരു ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. റയൽ മാഡ്രിഡിന്റെ ആസ് ഓഫ് നൗ അവരുടെ ഈ വർഷത്തെ സൈനിങ് എനിക്ക് തോന്നുന്നു ട്രെൻഡും പിന്നെ മറ്റേ സ്ട്രൈക്കർ മസ്തുവാൻഡുവാനോ എന്ന് പറയുന്ന ഒരു യങ്സ്റ്ററിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 3 പേരും അർജന്റീന വണ്ടർക്കിഡ്. സ്ട്രൈക്കർ അല്ലായിരുന്നു അത്? സ്ട്രൈക്കർ അല്ല, പുള്ളി ശരിക്കും ഒരു നമ്പർ 10 ആ ഒരു പൊസിഷനാണ്. എക്സാക്ട്ലി ഒരു സെന്റർ ഫോർവേഡ് അല്ല പുള്ളി എല്ലാ ക്ലബ്സുമായിട്ട് PSG-യുടെ ബിഗസ്റ്റ് ടാർഗറ്റ് ആണ്. PSG വമ്പനോ ഇതും ഈ സെയിം സിറ്റുവേഷൻ. പുള്ളി പ്ലെയറിന് റയൽ മാഡ്രിഡ് മതി എന്ന് പറഞ്ഞു അവസാനം റയൽ മാഡ്രിഡിലോട്ട് പോയായിരുന്നു. എല്ലാ ലിവർപൂള്, നിങ്ങൾ ആർസണല്, ചെൽസി, സിറ്റി, ബാർസ്, ഈവൻ ബാർസയ്ക്ക് ഒരു സമയത്ത് ഇൻട്രസ്റ്റ് ഉണ്ടായി, പക്ഷെ ബാർസ നീങ്ങിയില്ല. പിന്നെ PSG എല്ലാ ക്ലബുകളുമായിട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പ്ലെയർ. ബട്ട് ഹ്യൂജ് റയൽ മാഡ്രിഡ് മതി എന്ന് പറഞ്ഞിരുന്നു. സോ ഫൈനലി റയൽ മാഡ്രിഡ് കിട്ടും. PSG ലാസ്റ്റ് മൊമെന്റ് ഒക്കെ വമ്പം വിട്ടു കിട്ടാം. അത് ചെറിയൊരു പ്രൈസിനാണ് ബാർസ വന്നത്. സോ എനിക്ക് തോന്നുന്നത് സോറി റയൽ വന്നത് ആ പ്ലെയർ വന്നപ്പോഴാണ് തോന്നുന്നു റോഡ്രിഗോ ഡീല്, അതായത് റോഡ്രിഗോ ഓപ്റ്റ് ഔട്ട് ആവാൻ ഉള്ളൊരു സാധ്യത. ആ പ്ലെയറെ ഗൂളർ, ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഈ ഗൂളറോ മസ്തുവാൻഡുവാനോ ആയിരിക്കും ചിലപ്പോ പുള്ളിയുടെ സിസ്റ്റത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത തോന്നുന്നു. കാരണം പുള്ളിക്ക് ടെക്നിക്കലി കുറച്ചുകൂടെ മിഡ്ഫീൽഡിൽ ഡ്രോപ്പ് ചെയ്ത് ഗെയിം ഇപ്പൊ റൈറ്റ് നൗ ഐ വിൽ സേ ഗൂളർ റോഡ്രിഗോയ്ക്ക് മേലുള്ള ആ ടീമിൽ സ്റ്റാർട്ടർ റൈറ്റ് നൗ. ഇപ്പൊ ക്ലബ് വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ 3 മാച്ച് കണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. സോ എനിക്ക് തോന്നുന്നു ഗൂളർ മസ്തുവാൻഡുവാനോയ്ക്ക് ഇടയിലായിരിക്കും ആ പൊസിഷനിൽ അടി. റോഡ്രിഗോ അവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ റൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് മിഡ്ഫീൽഡിലോട്ട് ഡ്രോപ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടോ? അല്ലെ വൺ ഓഫ് ദ 3-5-2 ആണ് കഴിഞ്ഞ കളി ഇറക്കി. അല്ലെ വൺ ഓഫ് ദ മിഡ്ഫീൽഡ് 3-ലാണ് ഗൂളർ ഇറങ്ങി. മസ്തുവാൻഡുവാനോയ്ക്ക് വേണം അങ്ങനെ കളിക്കാം. റോഡ്രിഗോയ്ക്ക് വൺ ഓഫ് ദ മിഡ്ഫീൽഡ് 3-ൽ കളിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ റൈറ്റിലിടെ കളിക്കാൻ പുള്ളി കംഫർട്ടബിൾ അല്ല എന്നൊക്കെ കേൾക്കുന്നു. ഇവർ റൈറ്റ് കളിച്ചാലും ഷാബി അലോൺസോ സിസ്റ്റത്തിൽ വൺ ഓഫ് ദ അറ്റാക്കേഴ്സ് ഹാസ് ടു ഡ്രോപ്പ്. അത് റോഡ്രിഗോ ചെയ്തില്ല. ഗൂളർ മസ്തുവാൻഡുവാനോയ്ക്ക് മേ ബി ഡീപ് നിന്ന് ബിൽഡ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. സോ അതുകൊണ്ടാണ് റോഡ്രിഗോ ഗ്രേറ്റ് പ്ലെയർ എല്ലാണ്, പക്ഷെ ആ സിസ്റ്റത്തിന് സ്യൂട്ട് ആവുമോ? പിന്നെ പുള്ളി ബെഞ്ചിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. റോഡ്രിഗോ ബെഞ്ചിരിക്കാൻ ഹാപ്പി ആയിരിക്കില്ല. ഓഫ് കോഴ്സ്, കാരണം അവരുടെ പ്ലെയറിന്റെ ഒരു ക്യാമ്പും കാര്യങ്ങളും അവർക്ക് ഒരു സ്റ്റാറ്റസ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ എപ്പോഴും ഒരാളല്ലല്ലോ തീരുമാനിക്കുന്നത്. ഒരുപാട് അതിനോട് ചേർന്ന് കുറെ കാര്യങ്ങളും സ്പോൺസർഷിപ്പ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. there is a high chance റോഡ്രിഗോ വേറെ ക്ലബ്, അതായത് റയൽ മാഡ്രിഡിൽ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആർസണലാണ് കേൾക്കുന്ന പേര്. പക്ഷെ അഗൈൻ അറിയില്ല, എങ്ങനെ വേണമെങ്കിലും പാൻ ഔട്ട് ആവും. അപ്പൊ സിറ്റിക്കും ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അത് എത്രത്തോളം സിറ്റിയെക്കാളും നിങ്ങൾ മേടിക്കേണ്ട എനിക്ക് തോന്നുന്നു ബയണിനെയോ ലിവർപൂൾ ചിലപ്പോൾ ചാടി വീഴണം, നമുക്ക് അറിയത്തില്ല. ലൂയിസ് ഡിയാസോ വരുവാണെങ്കിൽ. പക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങളാണ് ഇപ്പൊ ഡേവിഡ് ഓൺസ്റ്റീന്റെ ഒക്കെ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളാണ് ഫ്രണ്ട് റണ്ണേഴ്സ് എന്നാണ്. പക്ഷെ ബയണിനെ തള്ളിക്കളയണ്ട. ബയൺ ഒരു ലെഫ്റ്റ് വിംഗറിന് വേണ്ടി ഓടി നടക്കുവാണ്. സോ അവര് ചിലപ്പോൾ എൻ്റർ ആയേക്കാം. പിന്നെ റയൽ മാഡ്രിഡ് പിന്നെ ബുദ്ധിമർ എന്ന് പറയുന്ന ലലീഗയിൽ ഒരു സ്ട്രൈക്കർ ഉണ്ട്. പുള്ളിക്ക് 32-33 വയസ്സാണ്. കഴിഞ്ഞ സീസണില് ലലീഗ ടോപ്പ് 5 സ്കോറേഴ്സിൽ ഒരാളായിരുന്നു. പുള്ളിയുടെ റിലീസ് ക്ലോസ് എക്സിക്യൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ലോങ് ഫിസിക്കൽ സ്ട്രൈക്കർ. പിന്നെ സ്റ്റില്ലറിന്റെ കാര്യത്തിലാണ്. സ്റ്റില്ലർ എന്ന് പറയുന്ന സ്റ്റുട്ട്ഗാർട്ടിന്റെ ഒരു കിടിലൻ മിഡ്ഫീൽഡർ ഉണ്ട്. പ്ലേ മേക്കിംഗ് കപ്പാസിറ്റി ഒക്കെ ഉള്ള ഒരു ഡീപ് പ്ലേയിങ് മിഡ്ഫീൽഡർ ആണ്. പുള്ളിനെ ചാബി അലോൺസോ ഹൈലി റേറ്റ് ചെയ്യുന്നുണ്ട്. വേണം എന്നുള്ള രീതിയിലാണ് ചാബി അലോൺസോ വാശി പിടിക്കുന്നതായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അൽവാറോ കരാറാസ് ഫെർണാണ്ടസ് ബെൻഫിക്ക, പുള്ളിയായിട്ട് എല്ലാം അഗ്രി ചെയ്ത് നിൽക്കുകയാണ്. 40 million ആണ് റയലിന്റെ ഫൈനൽ ഓഫർ. 48 million ബെൻഫിക്ക ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ മേ ബി ക്ലബ് വേൾഡ് കപ്പിന് ശേഷം വീണ്ടും അടിയിൽ പുള്ളി ചെയ്തേക്കാൻ പോകും. സോ റയൽ ഇനി ഒരു സെന്റർ ബാക്ക്, ഒരു ലെഫ്റ്റ് ബാക്ക്, ഒരു സ്ട്രൈക്കർ ഇത് മിനിമം കാണുമെന്ന് ചെയ്തു. പിന്നെ മിഡ്ഫീൽഡർ കാണുമെന്ന് ചെയ്തു. സ്റ്റില്ലറിന് വേണ്ടി ചാബി പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബോർഡ് 100% കൺവിൻസ്ഡ് അല്ലാന്ന് വരും. ഓക്കെ. അപ്പൊ അതൊക്കെയാണ് റയൽ മാഡ്രിഡിന്റെ കാര്യം. ഞാൻ റയലിന്റെ മാച്ചസ് കണ്ടായിരുന്നു, ക്ലബ് വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് തോന്നി ഈ പുതിയ ഒരു ഷാബിയുടെ സിസ്റ്റവും എല്ലാം നോക്കിയിട്ട്? ലുക്സ് ഗുഡ് ബ്രോ. ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡ് ഇത്ര നാള് കളിച്ച ആൻസലോട്ടി സിസ്റ്റമേ അല്ല, എന്റെ ഡിഫറൻസ് ആണ്. ഒരു ആസ് എ പൂൾ, ആസ് എ ഗ്രൂപ്പ് ആണ് അവർ ഫസ്റ്റ് ഫേസിൽ നിന്ന് സെക്കൻഡ് ഫേസ് ഫൈനൽ ഫേസിലോട്ട് എത്തുന്നു. സോ ഫസ്റ്റ് ഗെയിം വാസ് സോ ബാഡ്. അൽ ഹിലാലിന് അഗൈൻസ്റ്റ് ടെറിബിൾ പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അടുത്ത കളി ആയപ്പോഴേക്കും പച്ചുക്കയ്ക്ക് അഗൈൻസ്റ്റ് ദേ ലുക്ക് മച്ച് ബെറ്റർ ഈവൻ വിത്ത് 10 man സ്ക്വാഡ്. കഴിഞ്ഞ കളി സാൽസ്ബർഗിന് അഗൈൻസ്റ്റ് കുറച്ചുകൂടെ ബെറ്റർ ആയി. സോ പുള്ളി ആ ടീം പഠിച്ചു വരുവാണ്. ആർഗ്യുബിലി ദ ബെസ്റ്റ് സൈനിങ് ഡീൻ ഹെഡ്സൺ ആവാൻ സാധ്യതയുണ്ട്. ഒരു രക്ഷയില്ല. ഈ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് സോഫാർ കണ്ടൻഷനിലുള്ള പ്ലെയർ ആണ് ഗ്രൂപ്പ് ഫേസ് വെച്ചത്. അമ്മാതിരി പ്ലെയർ. ഒരു
മിഡ്ഫീൽഡർ ഡിഫൻസ് കളിക്കുന്നവരുണ്ട്. കിട്ടില്ലം പ്ലേ, കിട്ടില്ലം ബൈ എന്ന് പറഞ്ഞാൽ കിട്ടില്ലം ബൈ. അൽ ഹിലാൽ മാച്ച് റയൽ മാഡ്രിഡിന്റെ പുള്ളി ഒഴികെ ബാക്കി എല്ലാ പ്ലേയേഴ്സും മോശമായിരുന്നു. പുള്ളിയായിരുന്നു ആ ടീമിന് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ. അൽ ഹിലാൽ മാച്ച് കഴിഞ്ഞ 2 മാച്ചിലും ആർഗ്യുബിലി 3 മാച്ചിലും റയൽ മാഡ്രിഡിന്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഡീനറ്റ്സ് എന്ന് പറയാൻ ആർഗ്യൂ. പിന്നെ വിനി കഴിഞ്ഞ മാച്ചിൽ ഫോമി വന്നതും ആ ഒരു സിസ്റ്റത്തിനോട് അഡാപ്റ്റ് ചെയ്ത് ഫോമി വന്നതും വാസ് എ ഹ്യൂജ് റിലീഫ്. സോ കിലിയൻ എംബാപ്പെ വരുമ്പോൾ ഈ ടീം എങ്ങനെ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പം ഗോൺസാലോ ഗാർഷ്യ നല്ലപോലെ കളിക്കുന്നുണ്ട്, ഒരു അക്കാഡമിക് പ്ലെയർ. അവൻ നല്ലപോലെ ഒരു സെന്റർ ഫോർവേഡ് റോൾ കളിക്കുന്നുണ്ട്. സോ കിലിയൻ എംബാപ്പെ വന്നാല് എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനോട് ഉള്ളൂ. ഐ തിങ്ക് ചാബി അലോൺസോ വിൽ മേക്ക് ദിസ് ടീം വർക്ക്. ഈവൻ പുള്ളി തന്നെ പബ്ലിക്ലി വന്ന് പറഞ്ഞിട്ടുണ്ട് 11 players ഹാസ് ടു റൺ വിത്ത് ദ ബോൾ ആൻഡ് വിത്തൗട്ട് ദ ബോൾ. അപ്പൊ ആൻസറോട്ടി കൊടുത്ത ഒരു ഫ്രീഡം എന്തായാലും കാണത്തില്ല. മുഖം നോക്കാതെ നടപടി എടുക്കുകയും ചെയ്യും. അത് പെറസ് പുള്ളിക്ക് ഫുൾ പവർ കൊടുത്തിട്ടുണ്ടെന്നും കേട്ടു. എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും വർക്ക് റേറ്റ് ഇല്ലെങ്കിൽ ബെഞ്ചിരിക്കും. അതാണ് പുള്ളി ഈ 3 കളിയിലും പോസ്റ്റ് മാച്ച് വന്ന് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ എംബാപ്പെ ആണെങ്കിലും വിനി ആണേലും ജൂളാണേലും വെളിയിൽ പുള്ളി ഇരുത്തിയിരിക്കും. പുള്ളിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. പുള്ളി ഓവർലി ഇപ്പൊ കാർലോ ആൻസലോട്ടിയെ പോലെ അങ്ങനെ പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്ലെയർ ആണെന്ന് തോന്നുന്നു. അല്ല, കോച്ചാണ് തോന്നുന്നു. അതാ, പക്ഷെ എനിക്ക് തോന്നുന്നു അതറിയില്ല എത്രത്തോളം അത് റയൽ പോലെ എത്ര വലിയൊരു ടീം വരുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. അതിനൊരു ബാലൻസ് ഷാബി അലോൺസോ കണ്ടുപിടിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ടാക്ടിക്സും, കാരണം വലിയ ബിഗ് പേഴ്സണാലിറ്റീസും കൂടെ വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്ന ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നില്ല എംബാപ്പെ ഒക്കെ ഈ പറഞ്ഞ പോലെ ഫുൾ ടാക്ടിക്സിന് വേണ്ടി ഓടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിഞ്ഞാലോ. പക്ഷെ മാറണം ബ്രോ. കാരണം ഇപ്പം PSG ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ. അവര് കഴിഞ്ഞ സീസൺ എന്താ കോച്ചിന്റെ ടീമായി അത് മാറിയില്ലേ. ബാർസലോണ കഴിഞ്ഞ സീസൺ കോച്ചിന്റെ ടീം അല്ലാതെ എല്ലാരും ഫാൻസി ഫ്ലിക്ക് പറയുന്നതിനപ്പുറം ഒരു ഇതില്ല. സോ ഇപ്പം മോഡേൺ ഫുട്ബോൾ മാറുവാണ്. സോ ഡെഫിനറ്റ്ലി റയൽ മാഡ്രിഡ് സൂപ്പർ സ്റ്റാർസ് വേണം, ബട്ട് സൂപ്പർ സ്റ്റാർസ് ഇനിയും വർക്ക് ചെയ്യണം. ആ ഒരു ലെവലിലോട്ട് ഫുട്ബോൾ മാറും. അല്ല, ഡെഫിനറ്റ്ലി ആ ടാക്ടിക്കലി ആള് വർക്ക് ചെയ്യണം. പക്ഷെ അതേസമയം ഒരു ഫ്രീഡം കുറച്ച് പ്ലേയേഴ്സിനെങ്കിലും അവിടെ ഇവിടെയൊക്കെ കൊടുത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാരണം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുട്ബോളിൽ ഉള്ളൊരു ഇഷ്യൂ എപ്പോഴും ഇതാണല്ലോ. അപ്പൊ ആർസണലിൽ കളിക്കുമ്പോൾ എപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ വളരെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് വളരെ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. നമുക്കൊരിക്കലും നമ്മുടെ ഒരു പ്ലെയറിനോട് ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പറ്റെ പറയുന്നുണ്ട്. അപ്പൊ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും അതൊരിക്കലും. അത് കഴിഞ്ഞ കളിയാണെങ്കിൽ വിനി നല്ലപോലെ എക്സ്പ്രസ് ചെയ്ത് പിച്ചില്. അതുപോലെ തന്നെ വാൽവേർഡയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് അറ്റാക്കിംഗ് പെർഫോമൻസ് പുള്ളി ഹൈബ്രിഡ് റോളില് ഇവരെല്ലാവരും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഫ്രാൻ ഗാർഷ്യ അവരുടെ ബെസ്റ്റ് പ്ലേയേഴ്സിൽ ഒരാളാണ്. പുള്ളി ബാക്കിൽ നിന്ന് ബോൾ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് ബോളുമായിട്ട് ട്രിപ്പിൾ ചെയ്ത് കയറുവാണ്. പക്ഷെ ആസ് എ ടീം ബോൾ ലൂസ് ചെയ്താൽ ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്ലേയേഴ്സിനോട് ഇന്ന സ്ട്രക്ചർ ഫോം ചെയ്യണമെന്നല്ല പറയുന്നത്. ഈ സെയിം തന്നെയാണ് ഹാൻസിപ്ലിക്ക് ബാർസയ്ക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്ന. ലെമാനിന് ഫുൾ ഫ്രീഡം, റഫീനയ്ക്ക് ഫ്രീഡം ഉണ്ട്, ലെവൻഡോസ്കിക്ക് ഫ്രീഡം ഉണ്ട്, ഈവൻ പെഡ്രി, കുബാർസി, ഇനി ഇവർക്കെല്ലാം ഫ്രീഡം കൊടുക്കുന്നുണ്ട്. പക്ഷെ ബോൾ ലൂസ് ചെയ്താൽ നീ പ്രസ് ചെയ്തില്ലെങ്കിൽ അടുത്ത കളി ഞാൻ ബെഞ്ച് ചെയ്തു. ആ ഒരു വർക്കിനോടാണ്, അല്ലാതെ ഓവർ സ്ട്രക്ചർ അല്ല. അതൊക്കെയാണ് ഇപ്പം ലാലിഗ വിശേഷം. അപ്പം പ്രീമിയർ ലീഗിലോട്ട് വരുവാണെങ്കിൽ ഓൾറെഡി നമ്മൾ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞു. ലിവർപൂൾ ആണ് ഇപ്പം ഉള്ളതില് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സൈറ്റിംഗ് സമ്മർ ലിവർപൂൾ ഫാൻസിന് തന്നെ ആയിരിക്കും. അത് യാതൊരു സംശയം വേണം. കാരണം ഒരു വേർഡ്സ് പോലെ ഒരു സൈനിങ് ഒരിക്കലും ഞാൻ അത് 150 million പ്ലസ് സൈനിങ്, 150 million നിയർലി 150 million സൈനിങ് ആയിരുന്നത് ഒരിക്കലും ലിവർപൂൾ ചെയ്യുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അത് വേർഡ്സ് ആക്ച്വലി സിറ്റിയിലോട്ട് പോകും അല്ലെങ്കിൽ ബയൺ പോകുന്നുള്ള ഒരു മൈൻഡിലായിരുന്നു ഞാൻ നിന്ന്. ബട്ട് വെരി സർപ്രൈസിംഗ്ലി ലിവർപൂൾ അത് വന്നു തൂഫാനാക്കി. ആൻഡ് റിപ്പോർട്ട്സ് പ്രകാരം ഞാൻ കേൾക്കുന്നത് ഈ പറഞ്ഞ ഗീഹി ഫ്രം ക്രിസ്റ്റൽ പാലസ് എന്നുള്ള ഗീഹി ഏകദേശം ഡൺ ആണ്. ആൻഡ് ഫ്രിംപോങ്ങിനെ അവർ സൈൻ ചെയ്തു. കേർക്കസിനെ അവര് കൊണ്ടുവന്നിട്ടു. അപ്പം ഒരു ഓ മൈ ഗോഡ്, അത് പക്ഷെ അത് അവര് പുൾ ഓഫ് ചെയ്തുണ്ടല്ലോ. ഒന്റെ അമ്മോ, അതൊന്നും പറയാനില്ല. പിന്നെ ഇസാക്കിന് വരണം, ലിവർപൂളിനും താല്പര്യമുണ്ട്. ന്യൂകാസിൽ മൈറ്റ് ബി ഫോഴ്സ്ഡ് ടു സെൽ. അവർക്ക് അവരുടെ FFP ഭയങ്കര സീനാണല്ലോ. അവര് ജാവോ പെഡ്രോ, എലാങ്ക, ട്രാഫോർഡ് ഈ 3 പ്ലേയേഴ്സിനും ബിഡ് വിട്ട് റിജക്ട് ചെയ്തു. അവർക്ക് അത് ഇംഗ്ലീഷിൽ ബിഡ് വിടണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സെയിൽസ് നടത്തണം. ഒന്നെങ്കിൽ അവർക്ക് ഇസാക്കിനെ സാക്രിഫൈസ് ചെയ്യണം, അല്ലെങ്കിൽ സിറ്റി വന്ന ലിവർമെന്റോയ്ക്ക് വേണ്ടി 80 million 90 million വരാട്ടും എല്ലാം വന്നവരുണ്ട്. ഏറ്റവും സേഫ് തിങ് അവർക്ക് ഇസാക്കിനെ വിൽക്കുന്ന. കാരണം ഇസാക്കിനെ വിട്ട് അവർക്ക് മിനിമം ഏറ്റവും കുറഞ്ഞ 100 million കിട്ടും. ഏറ്റവും കുറഞ്ഞത് ലിവർപൂൾ 100 കൊടുക്കാൻ റെഡിയാണെന്ന് കേൾക്കുന്നു. 100+ ജോട്ടോ ഓഫർ ചെയ്യാൻ റെഡിയാണെന്നുള്ള രീതിയിൽ ചില റിപ്പോർട്ടുകൾ വരുന്നത്. സോ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അത് വാങ്ങിച്ചാൽ മേ ബി 3 or 4 or 5 പ്ലേയേഴ്സിനെ അവർക്ക് ആഡ് ചെയ്യാം. സോ
അതെ അതെ ക്ലബിന്റെ നല്ലതിന് ചിലപ്പോൾ ഇസാക്കിനെ വിൽക്കുന്നതായിരിക്കും ബെറ്റർ ഫോർ. കാരണം ഒരു അൺഹാപ്പി പ്ലെയറും ആയിരിക്കും ഇസാക്ക് ചിലപ്പോൾ. പുള്ളി എല്ലാ കോൺട്രാക്ട് പ്രപ്പോസൽസും റിജക്ട് ചെയ്യാന്നാ വേണ്ടത്. എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പ്രപ്പോസൽ റിജക്ട് ചെയ്യുന്നത്. അതെ, അല്ല ആസ് ഓഫ് നോ ഇസാക്ക് വിചാരിക്കും പുള്ളിയുടെ ആ കരിയറിലെ ആ ഒരു പോയിന്റ്, പീക്ക് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോയിന്റാണ്. അപ്പം ഈ ഒരു ടൈമിൽ ഒരു ബിഗ് മൂവ് കിട്ടുവാണെങ്കിൽ പുള്ളിയുടെ കരിയറിനും ലെഗസിക്കും അത് ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. സോ ലിവർപൂൾ ആസ് എ റൈവൽ ഐ ഹോപ്പ് നോട്ട്. പക്ഷെ പറഞ്ഞ പോലെ ഒരു ഫുട്ബോൾ സെൻസിൽ ഗ്രേറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും ലിവർപൂൾ ഇസാക്കിനെ ലാൻഡ് ചെയ്യാൻ പറ്റിയാൽ. ഓൾസോ ഈ സീസണിലേക്ക് പോകുമ്പോൾ എന്ത് സെക്കൻഡ് ആർനെ സ്ലോട്ടിന്റെ സെക്കൻഡ് സീസൺ ആണ്. അപ്പൊ ഇത്രയും ഹെവി ആയിട്ട് ബാക്കിങ്ങും ചെയ്യുന്നുണ്ട് FSG. അപ്പൊ എന്താണ് ഇപ്രാവശ്യത്തെ എക്സ്പെക്ടേഷൻ? എന്താ ലിവർപൂളിന് ആൻഡ് ലിവർപൂൾ ഫാൻസിനൊക്കെ എന്തായാലും എക്സ്പെക്ടേഷൻ? ഡെഫിനറ്റ്ലി ടൈറ്റിൽ, അതൊക്കെ ടൈറ്റിൽ തന്നെയാണ്. ടൈറ്റിൽ റേസിൽ അറ്റ്ലീസ്റ്റ് അടിച്ചില്ലെങ്കിലും റേസിൽ കാണും. ഇപ്പം മിഡ് സീസൺ ആകുമ്പോഴേ റേസിൽ നിന്ന് ഔട്ട് ആവാൻ മേ ബി ലാസ്റ്റ് വീക്ക് വരെ സിറ്റി, ആർസണൽ, ചെൽസി ചിലപ്പോൾ എൻ്റർ ആവാം. സിറ്റി ആർസണലിന് നല്ല കോമ്പറ്റീഷൻ കൊടുക്കുക, അല്ലെ ചെൽസി അവർക്ക് കോമ്പറ്റീഷൻ കൊടുക്കുക. മേ ബി ഒരു ടൈറ്റിൽ അടിക്കുക തന്നെയായിരിക്കും ലക്ഷ്യം. അല്ലെങ്കിൽ 1 or 2 or 2 പോയിന്റ്സിൽ പോകണം. പിന്നെ ഓക്കെ, അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ഡെഫിനറ്റ്ലി ലേറ്റർ സ്റ്റേജിലുണ്ട്. ടൈറ്റിൽ ചാമ്പ്യൻസ് ലീഗ് ഇവർ സ്ക്വാഡ് റീബിൽഡ് നോക്കുന്ന അനുസരിച്ച് ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗ്, പ്രീമിയർ ലീഗ്, ഡൊമസ്റ്റിക് കപ്പ് ഇതിനെല്ലാത്തിനും ചാലഞ്ച് ചെയ്യാനായിട്ട് തന്നെയാണ് ലിവർപൂൾ ആ സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ഇത് കൊടുക്കും, ഓക്കെ ഈ സ്ക്വാഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഈ പ്രാവശ്യം നമുക്ക് ചാമ്പ്യൻസ് ലീഗ് മതി, ബാക്കിയെല്ലാം അങ്ങനെ തോന്നുന്നില്ല. എല്ലാ കോമ്പറ്റീഷനും കോമ്പീറ്റ് ചെയ്യാം, അതിനുള്ള സ്ക്വാഡ് തന്നെയാണ് എല്ലാവരും. അത് സിറ്റി ആണ്ടും ലിവർപൂൾ ആണ്ടും നിങ്ങൾ ആർസണലാണ് നെക്സ്റ്റ് സീസൺ അതാ ചെയ്യേണ്ടത്. ചുമ്മാ ഓരോ കോമ്പറ്റീഷൻ ഫോക്കസ് ചെയ്യാതെ എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്നാലേ ക്ലബ് ആ ഒരു ബിഗ് ക്ലബ് മെന്റാലിറ്റി കാണിക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. കാരണം ഒരു കോമ്പറ്റീഷൻ മാത്രം എയിം ചെയ്ത് അത് ശരിയാകത്തില്ല. സോ എല്ലാത്തിനും തന്നെ കോമ്പീറ്റ് ചെയ്യുക, പറ്റുവാണെങ്കിൽ 2 or 3 ടൈറ്റിൽ അടിക്കുക. അത് തന്നെയായിരിക്കും ലിവർപൂളിന്റെ. ലിവർപൂൾ ഡെഫിനറ്റ്ലി ഇപ്രാവശ്യം അവർ ലീഗും ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ ലീഗർ ഡൊമസ്റ്റിക് കപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ടാർഗറ്റ് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അവർ ലീഗ് അടിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് തോന്നുന്നു സിറ്റി ആയിരിക്കും ഇപ്രാവശ്യം ലീഗ് ബാക്ക് അടിക്കാൻ പോകുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ആർസണലിന്റെ പേര് പറയാത്തത് അറിയാലോ. ഇപ്പൊ ആസ് ഓഫ് നൗ ആ ഒരു സ്ക്വാഡ് ലീഗ് അടിക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഡ് അല്ല എന്നുള്ളൊരു കോൺഫിഡൻസ്. കഴിഞ്ഞ വർഷം ആയിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ വർഷം അടിക്കും വിചാരിച്ചാണ്. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. ബാക്ക് ടു ട്രാൻസ്ഫേഴ്സ്. സിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, വൺ ഓഫ് ദി അണ്ടർറേറ്റഡ് എന്നും പറയാൻ പറ്റില്ല, വാല്യൂ ഫോർ മണി ട്രാൻസ്ഫർ. വാല്യൂ ഫോർ മണി നോക്കാനായിട്ടാണ് ഏറ്റവും ബെസ്റ്റ് സൈനിങ്സ് നടത്തിയിരുന്നത്. അതും വളരെ വളരെ ഞെട്ടിക്കുന്നത് സിറ്റി പൊതുവെ ഇങ്ങനത്തെ വാല്യൂ ഫോർ മണി സൈനിങ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ല. മോസ്റ്റ്ലി അവർ 100 ഗ്രീലിഷിന് 100 million പോലെയൊക്കെ പ്ലേയേഴ്സിനെയാണ് അവർ പൊതുവെ വാങ്ങിക്കുന്നത്. അവര് പക്ഷെ അവരിങ്ങനെ സ്മാർട്ട് ബൈസ് നടത്താറുണ്ട്. ബെർണാർഡോ സിൽവ വാസ് എ സ്മാർട്ട് ബൈ, ഐക്കർ ഗുണ്ടോഗൻ വാസ് എ സ്മാർട്ട് ബൈ, ബെർണാർഡോ സിൽവ, ഗുണ്ടോഗൻ, ഈവൻ കെവിൻ ഡി ബ്രൂയ്ന. ആ സമയത്ത് കൂടുതലാണെങ്കിൽ ഇതെല്ലാം ഒരു 50-60 million റേഞ്ചിനടക്കാണ് ഇവര് ഇങ്ങനത്തെ സ്മാർട്ട് ബൈസ് നടത്താറുണ്ട്. ഈവൻ ഹാളണ്ടിന് അവര് സൈനിങ് ഓൺ ബോണസ് കൊടുത്തെന്നൊക്കെ പറയുന്നു. പക്ഷെ എന്നാലും ഒരു 60 million റിലീസ് ക്ലോസ് ആയിരുന്നല്ലോ അവർ പേ ചെയ്ത്. പിന്നെ ഇങ്ങനെ കുറെ സൈനിങ്സുകൾ അവർ ക്യാൻസലോനെ മറ്റേ ഇതിന്ന് യുവന്റസിൽ നിന്ന് കൊണ്ടുവന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ബൈസ് അല്ലായിരുന്നു അത്. ഡാനിലോ ക്യാൻസലോ സ്വാപ്പ് 30 million പ്ലസ് ഡാനിലോ കൊടുത്തു കൊണ്ടുവന്നു. അതുപോലെ ഇവൻ റൂബൻ ഡിയാസിനെ വാങ്ങിച്ചത്. സോ ഇങ്ങനെ അവര് സ്മാർട്ട് ബൈസ് നടത്താറുണ്ട്. നമ്മൾ ഗ്രീലിഷ്, ഗോർഡിയോളൊക്കെ അവരിങ്ങനെ പൈസ ഇറക്കി എന്ന് പറയും. പക്ഷെ എന്നാലും എഡ്രസനെ അവർ കൊണ്ടുവന്നത് 40 million, അതൊരു ഗ്രേറ്റ് ബൈ ആയിരുന്നു. സോ ഇങ്ങനെ അവർ സിറ്റി എപ്പോഴും സ്മാർട്ട് ബൈസ് നടത്താറുണ്ട്. സോ സിറ്റിയുടെ ഒരു ഗുണം എന്ന് കേൾക്കുന്ന സിറ്റി അപ് ഫ്രണ്ട് മാക്സിമം എമൗണ്ട് പേ ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞ് കിട്ടാറുണ്ട്. അത് കേട്ടാൽ അത് വളരെ നല്ല സ്ട്രാറ്റജി. അവര് ചിലപ്പോൾ ഒരു ഡീല് സൈൻ ചെയ്യുമ്പോൾ 60 million ഒരു പ്ലെയറിനെ വാങ്ങിച്ചാൽ ചിലപ്പോൾ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടായിരിക്കും പേ ചെയ്യുക, 2-3-4 ഇൻസ്റ്റാൾമെന്റ്. സിറ്റി മാക്സിമം 60 എടുക്കുവാണെങ്കിൽ അതിന്റെ ഫുൾ മാക്സിമം എമൗണ്ട് അവർ അപ് ഫ്രണ്ട് പേ ചെയ്യും. സോ ക്ലബുകൾ ഇപ്പൊ നമ്മൾ ഓർക്കുന്ന ഒരു 60 million ഇന്ന് കിട്ടുന്നതാണോ നല്ലത് 1 വർഷം കഴിഞ്ഞ് കിട്ടുന്നതാണോ? 60 million ഇന്ന് കിട്ടുന്നതാണ്. സോ ഇവർ 1 വർഷം കഴിഞ്ഞ് 65 million കിട്ടുമെന്നാണെങ്കിലും ഇന്ന് 60 million തരാമെന്നാണെങ്കിൽ ഞാൻ അതെടുക്കും. 5 million അന്നൊരു 1 വർഷം കഴിഞ്ഞ് 5 million കിട്ടുന്നതിനേക്കാളും വാല്യൂ ഉറപ്പം ഇന്നിപ്പം 5 million കുറച്ച് അതിനാണ്. സോ ക്ലബുകൾ അതിനെ അഗ്രി ചെയ്യും. അത് തന്നെയാണ് സിറ്റിയുടെ ബിഗസ്റ്റ്. എന്താണ് അവരങ്ങനെ വാല്യൂ ഫോർ മണി അണ്ടർ റേറ്റഡ് സ്കൗട്ടിംഗ് ടീംസ് ആണ് അവർ. അവരിപ്പം HBനെ സൈൻ ചെയ്താണ്ടും ഇപ്പം കുസ്നോവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ മർമൂഷിനെ അവരെ സൈൻ ചെയ്തു. മർമൂഷിനെ 40-50 താഴെയല്ലോ ഉണ്ട്. അതൊക്കെ വാല്യൂ ഫോർ മണി സൈനിക്കാണ്. ഇവൻ ഡോക്കു, സബീനോ. സോ അവർക്ക് വാല്യൂ ഫോർ മണി സൈനിങ്സ് നടത്താറുണ്ട്. എന്താ പറയാ, അവര് നല്ലോണം സെല്ലും ചെയ്യാറുണ്ട്. ഇപ്പൊ ആൽബറസിന്റെ ഒക്കെ നല്ലൊരു എന്തായിരുന്നു, നല്ല ഡീലായിരുന്നു അവർക്ക് സിറ്റിയെ സംബന്ധിച്ച്. 25 million എങ്ങാണ്ടോ വാങ്ങിച്ചത്, 95. പിന്നെ ഭയങ്കര ഉഗ്രൻ പ്രോഫിറ്റ് അല്ലേ അത്. അതുകൊണ്ട്
സെല് ചെയ്യുമ്പോഴും സിറ്റി ഇപ്പം നമുക്കാണെങ്കിലും പിന്നെ സിഞ്ചങ്കോ ഫുൾ പ്രോഫിറ്റ് ആയിരുന്നു, സ്റ്റെർലിങ്ങിന് ഫുൾ പ്രോഫിറ്റ് ആയിരുന്നു, ജീസസിന് ഫുൾ പ്രോഫിറ്റ് ആയിരുന്നു. അങ്ങനെ ഒത്തിരി അങ്ങനെ ഒരുപാട് സൈനിങ്സ് അവര് ചെയ്യുന്ന ഡീൽസ് അവര് നടത്തുന്നുണ്ട്. സോ ഫെറാൻ ടോറസിനെ അവര് ഞങ്ങള് അതെ. പക്ഷെ അവർ വേഗം അത് വർക്ക് ആയില്ലെങ്കിൽ അവര് ആ സ്ട്രാറ്റജി അവർ പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ. വർക്ക് ആയില്ലെങ്കിൽ അവര് 2 സീസണിനകത്ത് തന്നെ അവര് കറക്റ്റ് ആയിട്ട് സെല് ചെയ്യും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലാൻ ചെയ്യും. അതാണ് സിറ്റി. ആൻഡ് മൂവിങ് ഓൺ ടു മൈ ക്ലബ് ആർസണലിന്റെ കാര്യത്തില് ഇപ്പൊ പറഞ്ഞ പോലെ ഫാൻസ് മൊത്തത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്. അതിന്റെ റീസൺസ് അതെ ഞാനാണല്ലോ ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കാതിരിക്കുന്നത്. ഇപ്പൊ ഞാനല്ല അതിനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ എന്താണ് നടക്കുന്നത് ഇപ്പൊ നമ്മുടെ സ്ട്രീമിലൊക്കെ വന്നാൽ ആർസണൽ ഫാൻസ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. സിറ്റിയും ഇവരും ഒക്കെ, ഈവൻ യുണൈറ്റഡ് പോലും ഇവന്ത് ഫൈനാൻഷ്യലി സ്ട്രഗിൾ ആണെന്ന് അവര് ഡീല് ഡൺ ആക്കുന്നുണ്ട്. കുഞ്ഞാ ഡീല് ഡൺ ആക്കി എംബോമോയ്ക്ക് വേണ്ടി നെക്സ്റ്റ് വീക്ക് മിക്കവാറും ഡൺ ആക്കും. സോ നിങ്ങൾ ഈ സെസ്കോ ബ്രോക്കറസ് ഇത് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി കളിക്കുന്നു. ലെഫ്റ്റ് വിങ്ങിലെ ഒരു സമയത്ത് നിക്കോടെ പേര് കേട്ടു, പിന്നെ നോനി മാഡുവിക്കായിട്ട് ടോക്സ് നടക്കുവാന്ന് കേട്ടു, പിന്നെ സാനയിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു, അങ്ങനെ പല പലത് കേൾക്കുന്നുണ്ട്. സോ എന്താണ് അവിടെ എന്തെങ്കിലും നടക്കൂ? എനിക്ക് നല്ല ചോദ്യം തന്നെയാണ്. എനിക്ക് ബേട്ട ആക്ച്വലി ഞാൻ വിചാരിച്ചു എഡു മാറിക്കഴിഞ്ഞ് ബേട്ട വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു ലെവലില്, പിന്നെ ഓൾസോ മാനേജറിനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടർ ഫുട്ബോളും കൂടെ ആവണം എനിക്ക് പേഴ്സണലി. കാരണം എല്ലാ ആർട്ടറ്റയുടെ സൈനിങ്സ് എന്ന് പറഞ്ഞ് വന്നതൊക്കെ എല്ലാം ഒന്നും വർക്ക്ഔട്ട് അതില്ല. ഒരു മേ ബി 60% സൈനിങ്സ് ഒക്കെ വർക്ക് ആയിട്ടുണ്ടാവും. ബാക്കി 40% ഒക്കെ അട്ടർ വേസ്റ്റും, അല്ലെങ്കിൽ ഈ വർക്കായി സൈനിങ്സ് എന്ന് പറഞ്ഞാൽ പോലും അൾട്ടിമേറ്റ്ലി വർക്ക് ആയിട്ടില്ല. കാരണം നമുക്ക് ട്രോഫി ഒന്നും അടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അൾട്ടിമേറ്റ്ലി വർക്കായെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് അഗൈൻ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ ഒരു 60% സൈനിങ് വർക്ക് ആയിട്ടുണ്ട്. ബാക്കി 40% കുറെ നഷ്ടം. ഇപ്പൊ ഫാബിയോ വിയറ അല്ലെങ്കിൽ ന്യൂനോ ടവാരസും, അങ്ങനെ ന്യൂനോ ടവാരസ് ഒക്കെ ചെറിയ പൈസക്കാണ്, ബട്ട് സ്റ്റിൽ ഫാബിയോ വിയറ 35 മില്യൺ ആണ്. നമ്മുടെ ബെർണാഡോ സിൽവ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന പ്ലെയർ ആണ്. പിന്നെ അതേപോലെ പെപ്പേനെ ആർട്ടല്ല, അത് എമറി അത് അല്ല. പിന്നെ സ്റ്റെർലിങ്ങിന്റെ സൈനിങ് വളരെ വളരെ വലുതാവുന്ന സൈനിങ്. ബട്ട് ആ സമയത്ത് ഫാൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. നമുക്ക് പറയാനല്ലേ പറ്റുമോ എന്തുകൊണ്ട് സൈൻ ചെയ്തു അറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയത് അവർ ക്ലബ് ലെറ്റസ് ഫാൻസ് ഡൗൺ എന്ന് പറഞ്ഞത് ഈ ജാനുവരിയിലായിരുന്നു. ഈ കഴിഞ്ഞ ജാനുവരിയിൽ ഒരു സൈനിങ് പോലും നമ്മൾ ചെയ്തില്ല. അത്ര ഇഷ്യൂസും ഉണ്ടായിട്ടും ടൈറ്റിൽ എന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ എങ്ങനെയാണ് ഒരു സൈനിങ് പോലും ചെയ്യാണ്ട് നമുക്ക് മുന്നേറാൻ പറ്റുന്നത്. അപ്പം ആ സമയത്ത് ഒലീവ് വാട്കിൻസിനെ ഒക്കെ വാങ്ങിച്ചിരുന്നെങ്കിൽ ഇറ്റ് വാസ് ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒറ്റ സൈനിങ് പോലും ചെയ്യാതെ പിന്നെ സമ്മറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കുറെ പൈസ ഉണ്ട്. സമ്മറിലത്തേക്ക് ഇനിയിപ്പോ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, നമുക്ക് ഇനിയിപ്പം സ്ട്രൈക്കറിനെയോ ആരെ വേണേ വാങ്ങാതൊക്കെ പറഞ്ഞൊക്കെയാണ് തുടങ്ങിയത്. ബട്ട് ഇതുവരെയായിട്ടും ഓക്കെ, ജൂൺ എൻഡ് ആയിട്ട് അങ്ങനെ ഭയങ്കര നമുക്ക് വേണ്ട പൊസിഷൻ ഇതുവരെ അഡ്രസ് ചെയ്തിട്ടില്ല. വേണ്ടാത്ത പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിർബന്ധം അത് വേണം, ഒരു ബാക്കപ്പ് പൊസിഷൻസ് ഒക്കെ ഇപ്പൊ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും. അപ്പം അഗൈൻ അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ബാക്കപ്സ് ആണ്. ബാക്കപ്പ് ആയിട്ട് വരുന്ന സാധനം. നമുക്ക് ഇപ്പോഴും വേണ്ടത് സ്ട്രൈക്കർ ആൻഡ് വിങ്ങർ ആണ്. ആ ഒരു 2 സൈനിങ് നടക്കുന്നവരെ ഫാൻസ് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. വേറെ ആരെ കൊണ്ടുവന്നത് അപ്പോഴാണ് നോർഗാർഡിന്റെ സൈനിങ് എന്ന് പറഞ്ഞു പുതിയൊരു വന്നത്. നോർഗാർഡ് ഇസ് എ ഗുഡ് പ്ലെയർ. ഞാൻ മോശം പ്ലെയർ അല്ല, നല്ല പ്ലെയർ ആണ്, പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള പ്ലെയർ ആണ്. പക്ഷെ നമുക്കിപ്പോ വേണ്ട പ്ലെയർ അല്ല എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ടൈമിങ്ങിന്റെ ഒരു പ്രശ്നം. ഇതിപ്പോ നമ്മൾ സെസ്കോ ഗ്യോക്കറസ് ആരെങ്കിലും സൈൻ ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ലീഗ്സ് വരുന്നെങ്കിൽ മേ ബി ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആവില്ല ഫാൻസ്. ഓൾസോ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒരു സീസൺ നമുക്ക് വളരെ നമ്മൾ ട്രോഫി അടിക്കാത്തതിനെക്കാട്ടിലും കൂടുതൽ എന്താ പറയാ, ടോട്ടനും ചെൽസിയും എന്തെങ്കിലുമൊക്കെ ട്രോഫി അടിച്ചല്ലോ. അപ്പൊ അതിന്റെ ഒരു വലിയൊരു ഫ്രസ്ട്രേഷൻ ശരിക്കും ആർസണൽ ഫാൻസിനെ സംബന്ധിച്ചുണ്ട്. അപ്പൊ കാരണം നമ്മള് കുറെ നല്ല മൊമെന്റ്സ് ഈ പറഞ്ഞ പോലെ റയൽ മാഡ്രിഡൊക്കെ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ കുറെ അന്ന് നമ്മൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുള്ളായിരുന്നുകൊണ്ട് അൾട്ടിമേറ്റ്ലി ഇതൊന്നും എൻഡഡ് അപ്പ് ടു നത്തിങ്. അപ്പൊ അതുകൊണ്ടൊക്കെയുള്ള ഒരു ഫ്രസ്ട്രേഷൻ ആണ് മെയിൻലി ഫാൻസിനുള്ളത്. അല്ല, നിങ്ങളുടെ ഈ സ്ട്രക്ചറിൽ ഹാവേർഡ്സിന് മുകളിൽ സാലറി ഒരു പ്ലെയറിന് ഓഫർ ചെയ്യുന്നില്ല, അതൊക്കെ ഉള്ളതാണ്.
അതാണ് മാക്സിമം ലിമിറ്റ് ഹാവേർട്സിന്റെ സാറ് അത് ഉള്ളതാണോ അതോ ചുമ്മാ തള്ളുന്നതാണോ? അത് റൂമറായി. കാരണം ഈ സാക്കയ്ക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്ന കായ് ഹാവേർട്സിന് 250K ആണെന്ന് തോന്നുന്നു സാലറി. പക്ഷെ സാക്കയ്ക്ക് വരുന്ന പുതിയ ഡീലിൽ എനിക്ക് തോന്നുന്നു 300 സംതിങ് ഒക്കെ 300 above ഒക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും ആയിരിക്കില്ല, അതൊക്കെ പ്രോബബ്ലി റൂമർ ആയിരിക്കും. പക്ഷെ ഫോർ സം റീസൺ ആർട്ടറ്റയ്ക്ക് മേ ബി ആ ഡീലിലുള്ള എന്തെങ്കിലും ആണോ അറിഞ്ഞൂടാ, ഹാവേർട്സിനെ ഒരു പർട്ടിക്കുലർ ഇതിൽ കളിപ്പിക്കണം എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര ഒബ്സസ്ഡ് ആയിട്ട് കളിപ്പിക്കാൻ മാത്രമുള്ള ഒരു പ്ലെയർ അല്ല. അല്ല, ഈ സെസ്കോ ഗ്യോക്കറസിന് സത്യം പറഞ്ഞ കോമ്പറ്റീഷൻ ഇല്ല. നിങ്ങൾ മാത്രമേ സീരിയസ്ലി രണ്ട് പ്ലേയേഴ്സിനെ ഉള്ളൂ. സോ ആസ്കിംഗ് പ്രൈസ് ടൂ മച്ച് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോഴത്തെ മാർക്കറ്റ് അതാണ്. സോ പുള്ളിയാണ്. ഇപ്പൊ ഇസാഖിയിൽ നിങ്ങളില്ല, ശരിക്കും ഇസാഖിയിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് ലിവർപൂളിന് കോമ്പറ്റീഷൻ കൊടുക്കേണ്ടതാണ്. പക്ഷെ നിങ്ങളില്ല. ഇസാഖിന് താല്പര്യം ലിവർപൂൾ അതെന്തേലും ആയിക്കോട്ടെ, നിങ്ങൾ ആ ഡീലില്ല. പിന്നെ ഇപ്പൊ വിങ്ങേഴ്സിന്റെ കാര്യം പറയുന്നത്, വിങ്ങേഴ്സിന് ഓരോ ക്ലബ്ബുകൾ ഇപ്പൊ എടുത്തോണ്ടിരിക്കുകയാണ്. ഈ നോനി മാഡുവൊക്കെ മാർട്ടിനെല്ലിയുടെ മേലെ ഒരു അപ്ഗ്രേഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എനിക്ക് തോന്നിയിട്ടുള്ള മാഡുവയ്ക്ക് കുറച്ചുകൂടെ റൈറ്റ് വിങ് സാക്കയ്ക്ക് അണ്ടർസ്റ്റഡി ആയിട്ട് പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതിന് വരുമോന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ വന്നാൽ തന്നെ അഡ്രസ് ചെയ്തോട്ടെ. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു നെക്സ്റ്റ് സീസൺ ഒരു സ്ട്രൈക്കർ ഇല്ലാതെ മിനിമം ഒരു സ്ട്രൈക്കർ സൈനിങ് നടത്താതെ നിങ്ങൾ പോകുന്നു. ഒന്നല്ല, ശരിക്കും ഒരു ബാക്കപ്പ് സ്ട്രൈക്കറിനെ സൈൻ ചെയ്യണം. ഒരു സെന്റർ ഫോർവേഡ് ഇല്ല പോകുന്ന ഭയങ്കര മണ്ടത്തരം. ഇത്ര നാളായിട്ട് ഒരു സ്ട്രൈക്കറെ സൈൻ ചെയ്തില്ല എന്ന് പറയുന്നത് തന്നെ വലിയ മണ്ടത്തരമാണ്. അതിനകത്ത് കൂടുതൽ ചോദിക്കാനൊന്നുമില്ല. പക്ഷെ അഗൈൻ അതൊക്കെ ഇതിപ്പോ ബോർഡിന്റെ പ്രശ്നമാണോ ആർട്ടിറ്റയുടെ പ്രശ്നമാണോ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. മേ ബി ചിലപ്പം ആർട്ടിറ്റയുടെ ഒരു ഇഷ്യൂ ഉണ്ട്. ആർട്ടിറ്റയ്ക്ക് കുറെ ഒക്കെ കൺട്രോൾ ഉണ്ട് ടീമിൽ, സ്ക്വാഡ് ബിൽഡിങ്ങില്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് സ്ക്വാഡ് അതിനെ അല്ലെങ്കിൽ ആ സ്പോർട്ടിംഗ് ഡയറക്ടർ ചാലഞ്ച് ചെയ്യണം മാനേജറിനെ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ ബേർട്ടയ്ക്ക് അതിന് പോസിബിൾ ആണെങ്കിൽ there is a chance that ഇപ്പം ഇടയ്ക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നു, സെസ്കോ ആർട്ടറ്റയുടെ പ്രിഫറൻസും യോക്കറസ് ബെർട്ടയുടെ പ്രിഫറൻസും. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു ബെർട്ടയുടെ പ്രിഫറൻസ് തന്നെ എടുക്കുക. കാരണം സംതിങ് ഡയറക്റ്റ്, സംതിങ് സ്റ്റാറ്റ്സ് അല്ലാതെ കുറച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് പിച്ചിൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സും വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സ്ട്രൈക്കേഴ്സ് ഉണ്ട് ബ്രോ. ഓസിമൻ ഉണ്ട്, ഓസിമൻ മാർക്കറ്റിലുണ്ട്. വൺ ഓഫ് ദ ഫ്രീ സൈനിങ്സിൽ ഒന്നാണ്. പുള്ളിയുടെ സാലറി 12 മില്യൺ ആണ് കേൾക്കുന്നത്. അതെ, പക്ഷെ ഓസിമന് മിക്ക ടീംസ് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡീൽ പോകുന്ന ഒന്നും കേൾക്കാറില്ല. എനിക്കറിയാം ഓസിമന്റെ എന്താണ് ഓഫ് ദ പിച്ചുള്ള എന്തെങ്കിലും അയാളുടെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണോ, അതായിരിക്കും അവരെ സാലറി ഡിമാൻഡ്സ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നത് മേ ബി ഇപ്പൊ എല്ലാരും യങ് എക്സൈറ്റിംഗ് സ്ട്രൈക്കർ എന്ന് പറഞ്ഞ് പോകുന്നോണ്ടാവും. പുള്ളി 26 ആണ് കഴിഞ്ഞത്. ഓഷിമൻ ഒരു രക്ഷയില്ലാത്ത സ്ട്രൈക്കർ. ഞാൻ വിചാരിക്കുന്നത് ചെൽസി സൈൻ ചെയ്യേണ്ട ഒരു സ്ട്രൈക്കർ ആണ് ആക്ച്വലി ഓഷിമൻ. ചെൽസി അതുപോലെ ചെയ്യണം. ചെൽസി ആ ഡെലാപ്പിനോടൊപ്പം ഒസിമനെ കൊണ്ടുവരാൻ അവർ സൂപ്പർ. ഒസിമൻ വന്ന ഗ്യാരണ്ടീഡ് ഗോൾസ് ആണ്, 20 ഗോൾസ് ഗ്യാരണ്ടീഡ് ആണ്. സോ അതാണ് എനിക്ക് ക്ലബുകളൊന്നും വരാത്ത എന്താന്ന് പറയാൻ. 75 മില്യൺ ആണ് ആവശ്യപ്പെടുന്നത്. ഈ പറഞ്ഞ സെസ്കോ എന്ന് പറയുന്നത് നമ്പേഴ്സ് നോക്കിയാൽ വളരെ കുറവ് നമ്പേഴ്സ് ആണ്. അഗൈൻ ട്വിറ്ററിലൊക്കെ കയറി കഴിഞ്ഞാൽ സെസ്കോനെ വാഴ്ത്തി പാടുന്നുണ്ട്. കാരണം ബിക്കോസ് ഓഫ് ദ സ്റ്റാറ്റ്സ്, അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ അണ്ടർലൈൻ നമ്പേഴ്സ് ഉണ്ട്, നമ്മൾ പിച്ചിൽ കാണാത്ത കുറച്ച് അണ്ടർലൈൻ, അതിനെ ബേസ് ചെയ്താണ് സെസ്കോയ്ക്ക് ഒരു വലിയ ആൾക്കൂട്ടം അതിനകത്തുള്ളത്. ഞാൻ യോക്കോറസിനെ പറയുന്നത് കുറച്ചുകൂടെ ഗോൾ നമ്പേഴ്സ് വെച്ചിട്ടാണ് ഞാൻ യോക്കോറസിന് വേണമെന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരു കുഴപ്പമുണ്ട്, പുള്ളി കളിക്കുന്നത് പോർച്ചുഗീസ് ലീഗിലാണ്. സെസ്കോ പറഞ്ഞ പോലെ സെസ്കോ ബുണ്ടസ് ലീഗിൽ ഒരുപാട് ഗോളൊന്നും അടിച്ചിട്ടില്ല പറഞ്ഞ. പക്ഷെ പൊട്ടൻഷ്യൽ ഹൈ ആണ്. ഏജ് വൈസ് ഒന്ന്, പിന്നെ രണ്ട് ഏരിയയിൽ ഹീസ് സോ ഗുഡ്. യോക്കറസ് ഏരിയയിൽ കുഴപ്പമില്ല, ബട്ട് നോട്ട് സ്ട്രോങ്സ്റ്റ് തിങ്. പിന്നെ ഫിസിക്കലി യോക്കറസിനേക്കാൾ മച്ച് ബെറ്റർ ആണ് സെസ്കോ. അതാ പറയുന്നത്. എനിക്ക് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇതിപ്പോ ആരെ കൊണ്ടുവന്നാലും ഒരു സ്ട്രൈക്കറിനെ കൊണ്ടുവന്നാൽ മതി, ഒരു പ്യൂർ ഔട്ട് സ്ട്രൈക്കറിനെ കൊണ്ടുപോകുക അറ്റ്ലീസ്റ്റ്. കാരണം അത്രയും ഒരു റണ്ണറിനെങ്കിലും കൊണ്ടുപോകുക. കാരണം ഒഡേഗാർഡിൽ നിന്നൊക്കെ പാസ് കൊടുക്കാൻ ഒരാളില്ലല്ലോ, അതാ പ്രശ്നം. നമ്മുടെ ഒരുപാട് ഇപ്പൊ അതാ പറഞ്ഞു, എനിക്ക് പുതിയ ടാക്ടിക്സും കാര്യങ്ങളും ഒക്കെ നല്ലതാണ്. പക്ഷെ ഈ പറഞ്ഞ മിഡ്ഫീൽഡ് ഡ്രോപ്പ് സ്ട്രൈക്കേഴ്സ് കുറെ പേരൊക്കെ മിഡ്ഫീൽഡ് ഡ്രോപ്പ് ചെയ്യുകയൊക്കെ അവരുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അവരുടെ സ്ട്രൈക്കർ ഇൻസ്റ്റിങ്ക്ട് ഒക്കെ ഇപ്പം ഉണ്ടോ
അവരിപ്പോ മറ്റേ മിഡ്ഫീൽഡേഴ്സിനെ പോലെ ചിന്തിച്ചാണ് അവർ കളിക്കുന്നത്. ഇപ്പൊ ഹാവേർട്സ് ഒക്കെ മിഡ്ഫീൽഡിൽ ഡ്രോപ്പ് ചെയ്ത് വിങ് അങ്ങനത്തെ ഒരു പുതിയൊരു സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ഇങ്ങനെ വരുമ്പോൾ ആ ഒരു സ്ട്രൈക്കറിന്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള എബിലിറ്റി ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ വളരെ കുറച്ച് പേർക്കുള്ളത്. ഫോർ ലെവൻഡോസ്കി ഒക്കെ നമ്മൾ പറയില്ല, ആ ഒരു സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിങ് എന്നൊക്കെ പറയുന്നത്, അങ്ങനത്തെ പ്ലേയേഴ്സ് ഇപ്പൊ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ യോക്രസിന് അത് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ അറിഞ്ഞൂടാ. അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രാൻസ്ഫർ വിശേഷങ്ങൾ. പിന്നെ വേറെ ഇനിയിപ്പം നമുക്കിനി കണ്ടു തന്നെ അറിയാം. ഇനിയിപ്പോ അടുത്ത ഉടനെ തന്നെ ക്ലബ് വേൾഡ് കപ്പിന്റെ ഇനിയിപ്പോ റൗണ്ട് ഓഫ് 16 ആണ് ഇനി നടക്കാൻ പോകുന്നത് അല്ലെ? അതെ. അപ്പൊ റൗണ്ട് ഓഫ് 16 യെസ്, അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ വീണ്ടും പ്രീ സീസൺ ജൂലൈ പകുതിയോടെ പ്രീ സീസൺ തുടങ്ങും. അപ്പൊ അതൊക്കെയുള്ളൂ ബ്രോ. ഞാൻ ഇപ്പം നമുക്കൊരു ചെറിയ വീഡിയോ കുറെ നാൾക്ക് ശേഷം ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ താങ്ക് യു സോ മച്ച് ആകാശ് ബ്രോ ഫോർ ജോയിനിങ് ദ സ്ട്രീം. അപ്പൊ നമുക്കിനി മറ്റൊരു വീഡിയോയില് ഒന്നുകൂടെ കാണാം. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ബൈ. യെസ്, അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് കമന്റ്സിൽ എഴുതുക. ആൻഡ് ലെറ്റ് us know what you think about ഈ ട്രാൻസ്ഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കല്ലേ, അപ്പം അതിനെക്കുറിച്ച് എന്തൊക്കെയാന്നുള്ളത് പറയാം. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ കുറിച്ച് കൺസിഡർ ചെയ്യുക. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ഇപ്പം ആൽഗരിതം വഴിയാണ് എല്ലാം വർക്കാവുന്നത്. അപ്പം ഓരോ ലൈക്സിനും വലിയ ഒരുപാട് കമ്മ്യൂണിറ്റിയിലേക്ക് വീണ്ടും ഫുട്ബോൾ കമ്മ്യൂണിറ്റിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം തീർച്ചയായിട്ടും ലൈക്കും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊക്കെ ഉള്ളൂ. ഇന്നത്തെ ട്രാൻസ്ഫർ വിശേഷങ്ങൾ ഇവിടെ തീരുന്നു. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം അതുവരെ സൈനിങ് ഓഫ്. ബൈ.